Hello guys, welcome back to my channel. So നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക പ്ലാനൊന്നുമില്ലാണ്ട് എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് ഇൻട്രോയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ നേരെ ഇത് കഴിഞ്ഞ് മൈസിയിലോട്ടാണ് പോകുന്നത്. ലാപ്ടോപ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാനൊക്കെ ഉണ്ടായിരുന്നു, ചോദിക്കാനൊക്കെ. അപ്പോൾ മൈൻഡ് സംഭവത്തെപ്പറ്റി വലിയ അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ തിരിച്ച് വന്നിട്ട് നാരങ്ങ വെള്ളം പപ്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റുഡിയോയിൽ ഓഫറൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ തൊട്ടടുത്തായതുകൊണ്ട് അവിടെ കൂടെ ഒന്ന് കയറിയിട്ട് പോകുമെന്ന് വിചാരിച്ചു. ഓഫർ മീൻസ് അങ്ങനെയല്ല, ഒരു 299 ഓഫർ. അപ്പോൾ ചുമ്മാ ഒന്ന് നോക്കിയിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. വന്നപ്പോഴത്തേക്കിനും കുറേ പറഞ്ഞ പോലത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 299 മാത്രം സൈഡിൽ കുറച്ച് ക്രോപ്പ് ടോപ്സ് അത്ര ഉണ്ടായിരുന്നു. ബാക്കി എല്ലാത്തിനും സാധാ വില തന്നെയായിരുന്നു. അപ്പം അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ലിപ് ഗ്ലോസ് ഒക്കെ ഉണ്ട് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു ടീഷർട്ട് കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ എല്ലാ വീഡിയോ ഞാൻ കാണിച്ചു അവിടെ ഉണ്ടായിരുന്ന കളക്ഷൻസിലെല്ലാം വീഡിയോ ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യാം. ഒരുപാട് നല്ല ഹുഡിയുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ വെറൈറ്റി ആയിട്ടാണ് വെസ്റ്റേൺ വെയേഴ്സ് ഭയങ്കര കൂടുതലുള്ളതുപോലെ എനിക്ക് തോന്നി. കഴിഞ്ഞ ഓണത്തേക്കാളൊക്കെ ഇച്ചിരൂടെ വെസ്റ്റേൺ വെയേഴ്സ് ഉണ്ടതുപോലെ എനിക്ക് തോന്നിയത്. 599 എന്തോ ആണ് സംതിങ്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ 299 സെക്ഷൻ. ആ ഒരു സെക്ഷനിൽ ഇട്ടേക്കുന്ന ഇത്രയും ക്രോപ്പ് ടോപ്സിനാണ് ഒരെണ്ണത്തിന് 299 വരുന്നത്. പക്ഷേ എനിക്കത് വേർത്തായിട്ട് തോന്നി. പിന്നെ ഈ ഒരു ഡ്രസ്സ് കാണാൻ നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ബ്ലാക്ക് ബോഡിക്കോൺ ഗൈസ്, എനിക്ക് പണ്ടോട്ട് ഈ ബോഡിക്കോണിനോടൊക്കെ ഭയങ്കര വീക്ക്നെസ്സാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടത് ഇടാനൊക്കെ ആയിട്ട്. ഈ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ഡ്രസ്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം. പിന്നെ കുറേ ജീൻസിൻ്റെ കളക്ഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സൈഡിലും ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ടീഷർട്ട്, അത് ക്രോപ്പ് ടോപ്പ് കൂടുതലുണ്ടായിരുന്നു, കളക്ഷൻസ് കൂടുതലുണ്ടായിരുന്നു ഇത്തവണ. പിന്നെ കുറേ ക്യൂട്ട് ബനിയൻസ് ഉണ്ടായിരുന്നു. 299 ഉണ്ടാകുന്ന തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പറഞ്ഞ പോലെ ബോഡിക്കോണിൻ്റെ ഇത്തവണ എനിക്കൊന്ന് ബോഡിക്കോണിൻ്റെ ഞാൻ മാക്സിലെ അങ്ങനെ ബോഡിക്കോൺ ഒരുപാട് കണ്ടിട്ടുള്ളൂ. ഇത്തവണ സ്റ്റുഡിയോയിലും ബോഡിക്കോൺ കുറേ ഉണ്ട്. അത് ഞാൻ ശ്രദ്ധിക്കാത്തതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്തവണ ബോഡിക്കോൺ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ സൈഡിൽ കുറേ ഷർട്ടിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ വിൻ്റർ സീസണിലൊക്കെ കളക്ഷൻസ് ആണ് കേട്ടോ. പിന്നെ കുറേ ഷർട്ടിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മേളത്തെ ഫ്ലോറിൽ പോയപ്പോഴത്തേക്കിനും അവിടെ കുറേ കുട്ടി ഉടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ മേടിക്കുന്നില്ലല്ലോ. പിന്നെ കുറേ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആണ്. ഇതൊക്കെ ഓവർ കോട്ടാണ് കേട്ടോ. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉടുപ്പിടുമ്പോൾ അതിന് വേണ്ടി കൂടെ ഓവർ കോട്ടായിട്ട് ഇടുന്നതാണ്. പിന്നെ ഇതൊക്കെ കുറേ ആലിയ കട്ടിൻ്റെ കളക്ഷൻസ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു ഇത്. കൂടുതലും എല്ലായിടത്തും ഇങ്ങനെ കട്ടിങ് വരുന്നത്, ഐ മീൻ വെറൈറ്റി ആയിരുന്നു. മീൻസ് എന്താ പറയുക, വേറെ ഇതിൽ മോഡലിലായിരുന്നു ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ നമ്മളോടുള്ളത് കുർത്തി അങ്ങനത്തെ ഒന്നുമല്ല, ചില വെറൈറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ. ഇതൊക്കെ ഇഷ്ടമാണ്. നടുക്ക് വെട്ടൊക്കെ വരുന്നുണ്ടോ. അതുപോലെ തന്നെ കുറേ മാറ്റങ്ങളുണ്ടായിരുന്നു ഡ്രസ്സിൽ. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു ഗ്രീൻ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ വേറെ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഞാനിത് ഫോട്ടോ കൊടുത്തേക്കും കേട്ടോ. അങ്ങനെ എല്ലാം ഒരേപോലെ. ഇതാണ് തോന്നുന്നു 299 എന്ന് എനിക്ക് തോന്നുന്നു. ഇത് 299 ആണോ? അല്ല, 899 299 കിട്ടുമായിരുന്നു. പക്ഷേ ഇതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇത് 299 അല്ല കേട്ടോ, 899 ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്കൊക്കെ എടുത്തുകൊണ്ട് വരാൻ തോന്നി. എനിക്ക് വൈറ്റൊക്കെ കാണാൻ നല്ല രസമാണല്ലോ, അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒന്നും എടുത്തില്ല. നമ്മൾ എടുത്താലും അങ്ങനെ ഇടാറില്ല ഇങ്ങനത്തെ ഒന്നും. പിന്നെ കുറേ ഇതേണ്ടേ പാരഷൂട്ടല്ലേ, ഇത് പാരഷൂട്ടാ തോന്നുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ ആക്സസറി ഐറ്റംസൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല. ജസ്റ്റ് നോക്കി നമ്മൾ ബില്ല് പേ ചെയ്തപ്പോൾ അതിനകത്ത് കയറുന്നില്ല പറഞ്ഞു. എന്നിട്ട് വീണ്ടും തിരിച്ച് അവർ ഇങ്ങോട്ട് അയച്ചിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് അങ്ങോട്ട് അയച്ചു. അതാണ് ഞാനെടുത്ത ക്രോപ്പ് ടോപ്പ്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പുറത്ത് പോയിട്ടൊരു ബ്രെഡ് പോക്കറ്റ് നമ്മൾ സമ്മതിച്ചു. ഞാൻ കുറച്ച് രണ്ടാമത്തെ തവണ ട്രൈ ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇത് ഓലങ്ങാലിക്കുരുവിയല്ലേ, ഇത് ഓലങ്ങാലി. ആ സംഭവം ഞങ്ങൾ എടുത്തു വന്നിരുന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കഴിക്കാൻ നേരം. അയ്യോ, അത് ഞങ്ങളെ പേടിച്ചോ, ഞങ്ങളെ വന്ന് കൊത്തിക്കൊണ്ട് പോകുന്നു. പിന്നെ ഞങ്ങൾ കൊടുത്തു കേട്ടോ. കുറച്ച് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷേക്ക് കുടിച്ചു. ഇത് ഷാർജയാണ് കേട്ടോ, പക്ഷെ കണ്ട മാംഗോ ഷേക്ക് പോലെ ഉണ്ട്. അത് കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് കുട്ടാപ്പുഴ എടുത്ത് വന്നത്.